എയർ കേരളയ്ക്ക് കേന്ദ്ര സർക്കാർ ഇളവ് നൽകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തോട് തെല്ല് രോഷത്തോടെയാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. എയർ കേരള എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ടാക്കി അതിന് വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് എന്താണെന്ന് പോലും കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതൊന്നും കൊടുക്കാതെ കേന്ദ്ര ഗവൺമെന്റ് ഒറ്റയടിക്ക് എന്താണ് കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വാക്കാൽ പറഞ്ഞിട്ട് അതിന് അനുമതി കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റിന്? എയർ കേരള ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ വ്യവസ്ഥകളിൽ ഇളവ് നൽകുകയോ അതിനു തയ്യാറല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഓഹരി പങ്കാളിത്തം നൽകുകയോ ചെയ്യണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അടുത്തിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എയർ കേരള സംബന്ധിച്ച് ഒരു പദ്ധതി രേഖ പോലും കേന്ദ്രത്തിന് കേരളം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നതാണ് കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. പദ്ധതി സമർപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്രാലയം പരിശോധന നടത്തി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. വ്യവസ്ഥകളിൽ ഇളവ് ലഭിക്കാൻ കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രി KC ജോസഫും നടത്തിയ വിമർശനങ്ങൾ ആരെ സഹായിക്കാനാണ് എന്ന് സ്വയം പരിശോധിക്കണം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി എയർ ഇന്ത്യയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് തീർത്തും നിർഭാഗ്യകരമായി പോയെന്നും KC വേണുഗോപാൽ ഇന്ത്യ വിഷന്റെ മുഖാമുഖത്തിൽ പറഞ്ഞു. നമ്മുടെ ചില ആളുകൾ എയർ ഇന്ത്യയെ കൊല്ലാനായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നത് അത് ആരെ സഹായിക്കാനാണെന്നുള്ളത് അവർ നോക്കണം. അത് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെയാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ? ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിലനിർത്തണമെന്ന് നമ്മളൊരു ഭാഗത്ത് പറയും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ. ഇല്ലാതായാലും ഇപ്പൊ വീണ പറഞ്ഞ എല്ലാ കാര്യങ്ങളും